തെല്ലകത്ത് അവിടെ ഒരു പോലീസുകാരൻ മരിച്ചത് നെഞ്ചിലേറ്റ ഗുരുതരമായ പരിക്ക് മൂലം ഒരു പ്രശ്നത്തിൽ ഇടപെട്ടാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ശ്യാംപ്രസാദിന്റെ വാരിയെല്ലുകൾ ഒടിഞ്ഞെന്നും ശ്വാസകോശത്തിൽ ക്ഷതവും ആന്തരിക രക്തസ്രാവവും ഉണ്ടായെന്നും ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഷിനോജ് വിവരങ്ങളുമായിട്ട്. ഷിനോജ്, ഇതും സങ്കടകരമായ കാര്യമാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ജോലി കഴിഞ്ഞ് വരുന്ന വഴി ഭക്ഷണം കഴിക്കാൻ കയറുന്നു, അവിടെ ഉണ്ടാകുന്ന ഒരു സംഘർഷത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാകുന്നു. എന്തൊക്കെയാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകുന്നത്? ഈ പ്രതി കസ്റ്റഡിയിലുണ്ട്, മറ്റ് അന്വേഷണവും എങ്ങനെ പോകുന്നു? ദിലീഷ്, ഇന്ന് രാവിലെ ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വന്ന സമയത്ത് ദൃക്സാക്ഷികളുടെ മൊഴികൾ അനുസരിച്ചാണ് വാർത്തകൾ വന്നത്. അത് തെളിയിക്കുന്ന, അത് സാധൂകരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃക്സാക്ഷികൾ പറഞ്ഞത് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നു. പ്രതി ജിബിൻ ഈ പോലീസ് ഉദ്യോഗസ്ഥനായ ശ്യാം പ്രസാദിനെ നിലത്ത് ചവിട്ടിയിട്ട് നെഞ്ചിൽ പലതവണ ചവിട്ടി എന്നതായിരുന്നു ഈ ദൃക്സാക്ഷികൾ പോലീസിനോട് പറഞ്ഞത്. എന്നാലും അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ശ്യാം പ്രസാദ് മരണപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അത് നെഞ്ചിലേറ്റ പരിക്ക് തന്നെയാണ്. ഈ ഇടിയുടെ ആഘാതത്തിൽ ശ്യാം പ്രസാദിന്റെ വാരിയെല്ലുകൾ ഒടിഞ്ഞു. മാത്രമല്ല ശ്വാസകോശത്തിൽ ക്ഷതവും അതുപോലെ തന്നെ ആന്തരികമായ രക്തസ്രാവവും ഉണ്ടായി. ഇതാണ് ഇത്തരത്തിൽ മരണകാരണം എന്നതാണ് പോലീസിന്റെ ഈ ഫോറൻസിക് റിപ്പോർട്ടിലും അതുപോലെ തന്നെ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഒക്കെ തന്നെ പറയുന്നത്. എന്തായാലും ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ തെളിവെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ശ്യാമപ്രസാദിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ തന്നെ സംസ്കാരം നടത്തി. എന്തായാലും ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ നാടിന് നടുക്കിയ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തട്ടുകടക്കാർ തമ്മിലുള്ള സംഘർഷത്തിൽ, തട്ടുകടയിൽ ഉണ്ടായ ഒരു സംഘർഷത്തിൽ ഈ പ്രതി ജിബിൻ ഇത്തരത്തിൽ മർദ്ദിക്കുകയായിരുന്നു. അവിടെ വെച്ച് തന്നെ ഈ അദ്ദേഹത്തിന് പുറമെ ശ്യാംപ്രസാദിന് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു, പക്ഷെ ആന്തരികമായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തെളിയിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി ഷിനോജ്, എന്തായാലും ഒരു വശത്ത് പോലീസുകാർ കൃത്യമായി ജോലി ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, മറുവശത്ത് ഇദ്ദേഹം ജോലി കഴിഞ്ഞ് തിരികെ വരികയാണ്. അപ്പോൾ ഒരു പ്രശ്നം കാണുന്നു, കർമ്മനിരതനായി അതിൽ ഇടപെടുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്.